ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ചായേൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചായേൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ മക്രോണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായക്ക്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ട് കഴിക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്. മക്രോണി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ഉള്ളി ചെറുങ്ങനെ കൊത്തി അരിഞ്ഞത് 2 ഉള്ളി വേണം. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായാൽ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മക്രോണി വേറെ ഏതൊക്കെയോ ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ ചില ടൈപ്പിൽ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേ ടൈപ്പിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ അപ്പോൾ നമ്മൾ ഈ പാത്രം ഇത്തിരി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലവണ്ണം മൂത്ത് വരണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം ഇതൊന്ന് മൂത്ത് വരണം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പിന്നെ നല്ല കോമ്പിനേഷനാണ് ഇതും കട്ടൻ ചായയും. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല വൈകുന്നേരമാകുമ്പോൾ നല്ല ഒരു ചായക്ക് കടിയായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന്, പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഉള്ളി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മല്ലിപ്പൊടി കൂടുതൽ എടുക്കരുത്, കാരണം ഒരു കുത്തു വരും. ഇതിനകത്ത് വേറെ ഒരു കാരണമുണ്ട്. ഒരു ചിക്കൻ ക്യൂബ് വേണം. ഇതാണ് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതാണ് ചിക്കൻ ക്യൂബ്. ഈ സാധനം വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു കട്ട ഇട്ടാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കണം. അതുപോലെ തന്നെ ആ നമ്മളിപ്പോൾ ക്യൂബ് അലിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ. അത് അലിയുന്നത് വരെ നമ്മളിത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ കട്ടയൊക്കെ ഉടയണം അവിടെ നിന്ന്. എന്നാലും മാത്രമേ മക്രോണിക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരും. പിന്നെ നമ്മൾ കുറേ നാളെ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. നമുക്ക് ഈ 1000 സബ്സ്ക്രൈബറിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ നോക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നത്. കാരണം ഒരുപാട് യാത്രയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ റിയാദൊക്കെ ഏകദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഈ മക്രോണി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച മക്രോണിയാണ്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ഇതിലിട്ട് കൊടുക്കണം, ആഡ് ചെയ്യണം. അത് ലാസ്റ്റ് ആഡ് ചെയ്യാതെ, ഇല്ലെങ്കിൽ നമുക്ക് അത് അധികം ചൂടായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മക്രോണി റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാനെടുക്കാം. ഇവിടെ ആരും എഴുന്നേൽക്കാത്തതുകൊണ്ട് പിന്നെ അധികം വേണ്ട, കാരണം രണ്ട് പേരും കൂടി ഉണ്ട്. അവർ എഴുന്നേറ്റില്ല, അവർ ഉറക്കാണ്, അവർക്കുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി മക്രോണി റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി എടുത്ത് കാണിച്ചു തരാം. അടിപൊളി മക്രോണി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായയും കൂടി വെച്ചിട്ട് ഇത് കഴിക്കാം.